കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ സെക്ഷനിൽ പഠിക്കാം. ഇതിലെ കണ്ടന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ, റോൾ ഓഫ് എ ഗ്രാഫിക് ഡിസൈനർ, എലിമെന്റ്സ് ഓഫ് ഡിസൈൻ, പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ, ടെക്നിക്സ് ഓഫ് ഡിസൈൻ, ഇമേജസ് യൂസ്ഡ് ഫോർ ഡിസൈനിങ്, വർക്ക് ഫ്ലോ ഇൻ ഡിസൈൻ പ്രോസസ്, പ്രൊഡക്ട്സ് ഓഫ് ഗ്രാഫിക് ഡിസൈൻ. ഇന്ന് ഈ ഡിജിറ്റൽ യുഗത്തിൽ ഒരു ഗ്രാഫിക് ഡിസൈനർ ഇല്ലാതെ ഒരു ബിസിനസ്സും ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥാപനങ്ങളിലും അവരുടെ ഡിജിറ്റൽ പ്രസൻസിൽ ഗ്രാഫിക് ഡിസൈനർക്കുള്ള പങ്ക് വളരെ വലുതാണ്. സോഷ്യൽ മീഡിയയിൽ പ്രോഡക്റ്റിന്റെ പ്രമോഷനുകൾക്ക് വേണ്ടി ഗ്രാഫിക് ഡിസൈനറുടെ ക്രിയേറ്റിവിറ്റി അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഗ്രാഫിക് ഡിസൈൻ എന്ന മേഖല ഇന്നത്തെ യുവതലമുറയ്ക്ക് ഒരു നല്ല കരിയർ ചോയ്സും കൂടിയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള മെസ്സേജ് യൂസർക്ക് എത്തിക്കുന്നത് ഒരു ഗ്രാഫിക് ഡിസൈനർ ഉണ്ടാക്കുന്ന ഐഡിയയിലൂടെയാണ്. ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ എല്ലായിടത്തും ഒരു ഗ്രാഫിക് ഡിസൈനറുടെ കഴിവും ക്രിയേറ്റിവിറ്റിയും എന്നും ആവശ്യമുള്ളത് തന്നെയാണ്. ആദ്യം നമുക്ക് ഗ്രാഫിക് ഡിസൈനിന്റെ ബേസിക് എലിമെന്റ്സ് അല്ലെങ്കിൽ അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലൈൻ, ഷേപ്പ്, ടോൺ, ടെക്സ്ചർ, സ്പേസ്, സൈസ്, കളർ എന്നിവയാണ് നമ്മൾ ഡിസൈനിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന ഘടകങ്ങൾ. ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ലൈൻസ്. ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ലൈൻസ് ആണ്. ലൈൻസ് രണ്ട് തരത്തിലുണ്ട്, നിങ്ങൾക്കറിയാം. സ്ട്രെയിറ്റ് ലൈൻസും അതുപോലെ കർവ്ഡ് ലൈൻസും. അതുപോലെ ഡിസൈനിൽ ഉപയോഗിക്കുന്ന ആരോസ്, സിംബൽസ് ഒക്കെ ലൈനിന്റെ വിവിധ രൂപങ്ങളാണ്. അടുത്ത എലമെന്റ് ഷേപ്സ്. ലൈനുകൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് ഷേപ്പുകൾ ഉണ്ടാക്കുന്നു. റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, സർക്കിൾ ഒക്കെ ഇതിന് ഉദാഹരണം. ഇവ കൂട്ടിച്ചേർത്ത് വിവിധങ്ങളായ ഷേപ്പുകൾ നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും. ഷേപ്പുകൾ നമുക്ക് 3 ഡയമെൻഷനിൽ ആക്കുവാൻ അവയുടെ ഗ്രേ ഷെയ്ഡ്സിൽ വ്യത്യാസം വരുത്തിയാൽ മതിയാകും. അടുത്തത് ടോൺ. ഒരു ഇമേജ് എത്രത്തോളം ഡാർക്ക് ആണെന്ന് സൂചിപ്പിക്കാനാണ് ടോൺ എന്ന പദം നമ്മൾ ഉപയോഗിക്കുന്നത്. ടോൺ വ്യത്യാസപ്പെടുത്തുന്നതിലൂടെ നമുക്ക് ഒരു ഷേപ്പിന്റെ വോളിയം അല്ലെങ്കിൽ ഡെപ്ത് കാണിക്കുവാൻ സാധിക്കും. അതുപോലെ പാറ്റേൺ ഉണ്ടാക്കാനും സഹായിക്കുന്നു. അടുത്തത് ടെക്സ്ചർ. ഡിസൈനിൽ ടെക്സ്ചറിന് വളരെ പ്രാധാന്യമുണ്ട്. ഒരു നല്ല ടെക്സ്ചറിന് വലിയൊരു വിഷ്വൽ ഇമ്പാക്റ്റ് ഡിസൈനിന് കൊടുക്കുവാൻ സാധിക്കും. അടുത്തത് സൈസ്. ഒരു ഇമേജ് എത്ര ഏരിയ ഉൾക്കൊള്ളുന്നു എന്നതിന്റെ അളവാണ് സൈസ് എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അടുത്ത എലമെന്റ് സ്പേസ്. ഇതിൽ മാർജിൻസ്, പാരഗ്രാഫിന്റെ സ്പേസിംഗ്, ലൈൻ സ്പേസിംഗ്, ഇമേജ് തമ്മിലുള്ള അകലം ഇവയെല്ലാം ഉൾപ്പെടുന്നു. ഇതിൽ വൈറ്റ് സ്പേസ് ഒരു പേജിലുള്ള നോൺ ഇമേജ് ഏരിയയാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത എലമെന്റ് കളറ്. ഒരു ഡിസൈനിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു എലമെന്റ് ആണ് കളറ്. കളറിന് പല കാര്യങ്ങളും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുവാനും അതുപോലെ ഡിസൈനിന് ആകർഷണം നൽകുവാനും നല്ലൊരു വിഷ്വൽ ഇമ്പാക്റ്റ് കൊടുക്കുവാനും സാധിക്കും. അടുത്ത സെക്ഷൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ. ഗ്രാഫിക് ഡിസൈൻ എന്നാൽ കാണാൻ ഭംഗിയുള്ള ഡിസൈൻ ഉണ്ടാക്കുക എന്നത് മാത്രമല്ല. ചില നിയമങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഗ്രാഫിക് ഡിസൈനർ പാലിച്ചുകൊണ്ടാണ് ഡിസൈൻ ചെയ്യേണ്ടത്. അതിനെയാണ് ഡിസൈൻ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഈ ഡിസൈൻ പ്രിൻസിപ്പിൾ ആണ് ഒരു നല്ല ഡിസൈനിനെയും ഒരു മോശം ഡിസൈനിനെയും വേർതിരിക്കുന്നത്. ഇനി നമുക്ക് ഡിസൈൻ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബേസിക് ഡിസൈൻ പ്രിൻസിപ്പിൾസ് നമുക്ക് പഠിക്കാനുള്ളത് ബാലൻസ്, ഡോമിനൻസ്, പ്രപ്പോർഷൻ, യൂണിറ്റി, റിതം എന്നിവയാണ്. നമുക്ക് ഇവ ഓരോന്നും എന്താണെന്നുള്ളത് നോക്കാം.
ആദ്യത്തെ ഡിസൈൻ പ്രിൻസിപ്പിൾ ബാലൻസ്. ബാലൻസ് എന്ന ഗ്രാഫിക് ഡിസൈനിൽ ഉദ്ദേശിക്കുന്നത് ഒരു ഗ്രാഫിക് പേജ് അല്ലെങ്കിൽ ഒരു ഡിസൈനിന്റെ വിഷ്വൽ വെയ്റ്റിന്റെ ഇക്വാലിറ്റിയെയാണ്. 3 തരത്തിൽ വിഷ്വൽ ബാലൻസ് ഉണ്ട്. 1 ഫോർമൽ ബാലൻസ്, 2 ഇൻഫോർമൽ ബാലൻസ്, 3 സബ്ജക്റ്റീവ് ബാലൻസ്. ആദ്യത്തെ ബാലൻസ് ഫോർമൽ ബാലൻസ് അല്ലെങ്കിൽ സിമെട്രിക്കൽ ബാലൻസ്. ഇത്തരം ഡിസൈനിൽ ഗ്രാഫിക് പേജിന്റെ സെന്ററിൽ ഒരു ലൈൻ വരച്ചു നോക്കിയാൽ 2 ഭാഗത്തും ഒരേപോലെ വിഷ്വൽ വെയ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ബാലൻസ് ഇൻഫോർമൽ ബാലൻസ് അല്ലെങ്കിൽ അസിമെട്രിക്കൽ ബാലൻസ്. ഇവിടെ ഡിസൈൻ സിമെട്രിക്കൽ അല്ല. എന്നാൽ ഇവിടെ ബാലൻസ് ഉണ്ടാക്കാൻ നമുക്ക് പറ്റുന്നത് മറ്റ് ടെക്നിക്സിലൂടെയാണ്. എക്സാമ്പിൾ കളർ വാല്യൂ മാറ്റി. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ബാലൻസ് സബ്ജക്റ്റീവ് ബാലൻസ്. ഇവിടെ വിഷ്വൽ ബാലൻസ് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഡിസൈനർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗ്രാഫിക് പേജിന്റെ എവിടെ വേണമെങ്കിലും ഇമേജ് പൊസിഷൻ ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ ഡിസൈൻ പ്രിൻസിപ്പിൾ ഡോമിനൻസ്. ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ അതിന്റെ മെസ്സേജ് എപ്പോഴും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കണം. അത് ഡിസൈൻ കാണുന്ന ആളിന്റെ കണ്ണിൽ പെട്ടെന്ന് തന്നെ എത്തപ്പെടണം. അതിനുവേണ്ടി ആ മെസ്സേജിനെ നമ്മൾ സൈസ് വലുതാക്കുകയോ കളർ മാറ്റുകയോ അണ്ടർലൈൻ ചെയ്യുകയോ ചെയ്യുന്നു. ഇത്തരത്തിൽ മെസ്സേജിനെ ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി വ്യത്യസ്തത ഉണ്ടാക്കുന്നതിനെയാണ് ഡോമിനൻസ് ഓർ കോൺട്രാസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. മൂന്നാമത്തെ ഡിസൈൻ പ്രിൻസിപ്പിൾ പ്രപ്പോർഷൻ. പ്രപ്പോർഷൻ എന്നത് സൈസിനെ സൂചിപ്പിക്കുന്ന പദമാണ്. അത് ഇമേജിന്റെ സൈസിനെയും തമ്മിലുള്ള അകലത്തെയും ടെക്സ്റ്റിന്റെ സൈസിനെയും മാർജിനെയും ഒക്കെ സൂചിപ്പിക്കുന്നു. ഇതെല്ലാം പരസ്പരം റിലേറ്റഡ് ആണ്. ഏതെങ്കിലും ഒന്നിൽ വ്യത്യാസം വന്നാൽ അത് ഔട്ട് ഓഫ് പ്രപ്പോർഷൻ ആയി പോകും. നാലാമത്തെ പ്രിൻസിപ്പിൾ ഓഫ് ഡിസൈൻ യൂണിറ്റി അല്ലെങ്കിൽ ഹാർമണി. ഒരു ഡിസൈനിൽ നമ്മൾ എല്ലാ ഡിസൈൻ എലമെന്റ്സും ഉപയോഗിക്കുന്നുണ്ട്. ലൈൻസ്, ഷേപ്പ്, സ്പേസ്, സൈസ്, ടെക്സ്ചർ, കളർ എല്ലാം നമ്മൾ വിവിധയിടത്ത് ഉപയോഗിക്കുന്നു. ഒരു നല്ല ഗ്രാഫിക് ഡിസൈനറിന്റെ പവർ എന്ന് പറയുന്നത് ഈ എലമെന്റ്സിനെയെല്ലാം നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുന്നതാണ്. ഇത്തരത്തിൽ ഡിസൈൻ എലമെന്റ്സിന്റെ സമന്വയത്തെ സൂചിപ്പിക്കുന്ന പദമാണ് യൂണിറ്റി അല്ലെങ്കിൽ ഹാർമണി എന്ന് പറയുന്നത്. ഒരു ഡിസൈനിന് പൂർണ്ണതയും സ്ഥിരതയും ഉണ്ടാകണമെങ്കിൽ യൂണിറ്റി അല്ലെങ്കിൽ ഹാർമണി അതിന് ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി ആറാമത്തെ പ്രിൻസിപ്പിൾ ഓഫ് ഡിസൈൻ റിതം. ലൈൻസ്, ഷേപ്സ് അല്ലെങ്കിൽ കളേഴ്സ് എന്നീ ഡിസൈൻ എലമെന്റ് ആവർത്തിച്ച് ഡിസൈനിൽ ഒരു വിഷ്വൽ ടെമ്പോ സൃഷ്ടിക്കുന്നതിനെയാണ് റിതം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു വിഷ്വൽ ടെമ്പോ സൃഷ്ടിക്കുന്നതിലൂടെ കാഴ്ചക്കാരന് ആ ഡിസൈൻ പിന്തുടരാനുള്ള ഒരു പാത നൽകുകയും ചെയ്യുന്നു. ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ടെക്നിക്സ് ഓഫ് ഡിസൈൻ. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ടിൻറ്റ്, ഷെയ്ഡ്, സർപ്രിന്റ്, റിവേഴ്സ്, ഗ്രേഡിയന്റ്, ബ്ലീഡ്. ആദ്യത്തേത് ടിൻറ്റ്. ഒരു കളറിൽ വൈറ്റ് ആഡ് ചെയ്ത് ആ നിറത്തിനെ വ്യത്യസ്തമാക്കുന്ന ടെക്നിക്കാണ് ടിൻറ്റ്. നിങ്ങൾ ചിത്രം ശ്രദ്ധിച്ചു നോക്കിയാൽ ആ വ്യത്യാസം മനസ്സിലാകും. അടുത്ത ടെക്നിക്ക് ഷെയ്ഡ്. ഒരു നിറത്തിൽ ബ്ലാക്ക് ആഡ് ചെയ്ത് ആ നിറത്തെ വ്യത്യസ്തമാക്കുന്ന ടെക്നിക്കാണ് ഷെയ്ഡ്. ചിത്രം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അടുത്തത് സർപ്രിന്റ് ഓർ ഓവർപ്രിന്റ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ആദ്യമേ ഡിസൈൻ ചെയ്ത ഇമേജിന്റെ മുകളിൽ മറ്റൊരു ഇമേജ് ഡിസൈൻ ചെയ്യുന്നതാണ് സർപ്രിന്റ് അല്ലെങ്കിൽ ഓവർപ്രിന്റ് എന്ന് പറയുന്നത്. ചിത്രം ശ്രദ്ധിക്കുക. അടുത്ത ടെക്നിക് റിവേഴ്സ്. നിങ്ങൾ ബ്ലാക്ക് കളർ പേപ്പറിൽ വൈറ്റ് കളറിൽ നിങ്ങളുടെ പേര് പ്രിന്റ് ചെയ്താൽ എങ്ങനെയിരിക്കും? അതായത് മറ്റൊരു ഇങ്ക്ഡ് ഇമേജിന്റെ മുകളിൽ ഇമേജ് ഏരിയ ഓപ്പൺ ആക്കി വെക്കുന്ന ടെക്നിക്കാണ് റിവേഴ്സ്. ചിത്രം ശ്രദ്ധിക്കുക. അടുത്തത് ഗ്രേഡിയന്റ്. രണ്ടോ അതിലധികമോ നിറങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിനിടയിൽ ഉണ്ടാകുന്ന ഒരു സ്മൂത്ത് ചേഞ്ച്, ആ ടെക്നിക്കാണ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഗ്രേഡിയന്റ് 2 തരത്തിലുണ്ട്. ലീനിയർ ഗ്രേഡിയന്റും റേഡിയൽ ഗ്രേഡിയന്റും. ചിത്രം നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ അവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകും. അടുത്ത ടെക്നിക്ക് ബ്ലീഡ്.
ഡിസൈൻ ചെയ്ത ഇമേജ് മാർജിനപ്പുറത്തേക്ക് വ്യാപിക്കുകയും പിന്നീട് പ്രിന്റ് ചെയ്യുമ്പോൾ ഈ ഡിസൈൻ ട്രിം ഏരിയയിൽ നിന്ന് കട്ടായി പോകുകയും ചെയ്യുന്നതിനാലാണ് ഈ ടെക്നിക്കിന് ബ്ലീഡ് എന്ന് പറയുന്നത്. ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് ബ്ലീഡ് ഉള്ളതും ഇല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം. അടുത്ത സെക്ഷൻ ഇമേജസ് ഫോർ ഡിസൈനിങ്. നമ്മൾ ഡിസൈനിങ്ങിന് ഉപയോഗിക്കുന്ന ഇമേജുകളെ ഒറിജിനൽസ് എന്ന് പറയുന്നു. ഈ ഒറിജിനൽസ് രണ്ട് തരത്തിലുണ്ട്, ലൈൻ ആർട്ടും കണ്ടിന്യൂസ് ടോണും. ആദ്യം ലൈൻ ആർട്ട്. ലൈൻ ആർട്ടിൽ സോളിഡ് ലൈൻസും ടെക്സ്റ്റും ഉണ്ടാകും. ലൈൻസിന്റെ തിക്നെസ് മാറ്റങ്ങൾ ഉണ്ടാകാം, എന്നാൽ അവയുടെ ടോണിൽ വ്യത്യാസം ഉണ്ടാകില്ല. പെൻ ആൻഡ് ഇങ്ക് ഡ്രോയിങ്, ഡയഗ്രാം, ക്ലിപ്പ് ആർട്സ് ഒക്കെ ഇതിന് ഉദാഹരണമാണ്. ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരിടത്തു പോലും ഇവിടെ ടോണിൽ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അടുത്തത് കണ്ടിന്യൂസ് ടോൺ ഇമേജ് ആണ്. ഈ ചിത്രം ആദ്യം തന്നെ ശ്രദ്ധിക്കുക. ഇത് ലൈൻ ആർട്ടിൽ നിങ്ങൾ കണ്ടതുപോലെ അല്ല. ഇതിൽ നിങ്ങൾക്ക് ടോണിൽ വരുന്ന വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ലൈറ്റ് ടു ഡാർക്ക് വ്യത്യാസം കളർ ടോണിൽ വരുന്നുണ്ടെങ്കിൽ അതിനെ കണ്ടിന്യൂസ് ടോൺ എന്ന് നമ്മൾ പറയുന്നു. ഉദാഹരണം ഒരു കളർ ഫോട്ടോ. ഈ കണ്ടിന്യൂസ് ടോൺ ഇമേജിൽ 3 ഏരിയാസ് ഉണ്ട്. ഹൈലൈറ്റ് ഏരിയ, ഷാഡോ ഏരിയ, പിന്നെ മിഡ് ടോൺ ഏരിയ. ഹൈലൈറ്റ് ഏരിയ എന്നാൽ ചിത്രത്തിൽ കാണിച്ചതുപോലെ ഡെൻസിറ്റി കുറഞ്ഞ ഏരിയ ആണ്. ഡാർക്കസ്റ്റ് ഏരിയയെ നമ്മൾ ഷാഡോ ഏരിയ എന്നും പറയുന്നു. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ വരുന്നത് മിഡ് ടോൺ ഏരിയ. ഇനി ഏറ്റവും പ്രാധാന്യമുള്ള 2 ഇമേജസിനെ കുറിച്ചാണ് പറയുന്നത്, റാസ്റ്റർ ഇമേജസും വെക്ടർ ഇമേജസും. റാസ്റ്റർ ഇമേജ് എന്നാൽ പിക്സൽസ് കൊണ്ട് നിർമ്മിച്ചതാണ്. അവയെ ബിറ്റ്മാപ്ഡ് ഇമേജസ് എന്നും വിളിക്കുന്നു. ഒരു ഡിജിറ്റൽ ഇമേജിന്റെ ഏറ്റവും ചെറിയ ഘടകമാണ് പിക്സൽസ്. ചിത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് റാസ്റ്റർ ഇമേജിലുള്ള ആ പിക്സൽസ് കാണാൻ സാധിക്കും. വെക്ടർ ഇമേജസ്. ഇല്ലസ്ട്രേഷൻ സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് സ്ട്രെയിറ്റ് ലൈൻസും കർവ്ഡ് ലൈൻസും കൊണ്ട് ഉണ്ടാക്കുന്ന സിമ്പിൾ ഇമേജസിനെയാണ് വെക്ടർ ഇമേജസ് എന്ന് പറയുന്നത്. കോറൽ ഡ്രോ, ഇല്ലസ്ട്രേറ്റർ എന്നീ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വെക്ടർ ഇമേജ് നമുക്ക് ഉണ്ടാക്കാം. വെക്ടർ ഇമേജസിൽ പിക്സൽസ് ഉണ്ടാകില്ല. അടുത്തത് നമുക്ക് റാസ്റ്റർ ഇമേജസിന്റെയും വെക്ടർ ഇമേജസിന്റെയും വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റാസ്റ്റർ ഇമേജസിൽ പിക്സൽസ് ഉണ്ട്, വെക്ടർ ഇമേജസിൽ പിക്സൽസ് ഇല്ല. പിക്സൽസ് ഇല്ലാത്തത് കാരണം തന്നെ റാസ്റ്റർ ഇമേജിനേക്കാൾ ഫ്ലെക്സിബിൾ ആണ് വെക്ടർ ഇമേജസ്. അതുപോലെ എൻലാർജ് ചെയ്യുമ്പോൾ ഇമേജിന്റെ ഷാർപ്പ്നെസ് അല്ലെങ്കിൽ ക്ലാരിറ്റി വെക്ടർ ഇമേജസിൽ കുറയുന്നില്ല. അതുപോലെ ഇവ റാസ്റ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ ഫയലാണ്. ഇവയെ മോഡിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനും എളുപ്പമാണ്. റാസ്റ്റർ ഇമേജ് ഫയൽ ടൈപ്പിന് ഉദാഹരണം BMP, TIFF, GIF, JPEG. വെക്ടർ ഫയലിന് ഉദാഹരണം EPS, PDF. ഇതിനെക്കുറിച്ച് നിങ്ങൾ പിന്നീട് പഠിക്കും. റാസ്റ്റർ ഇമേജിനെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പദമാണ് റെസല്യൂഷൻ. ഒരു ഇമേജിന്റെ വിഷ്വൽ ക്വാളിറ്റിയെയാണ് റെസല്യൂഷൻ എന്ന് പറയുന്നത്. റെസല്യൂഷൻ മെഷർ ചെയ്യുന്നത് ദ നമ്പർ ഓഫ് പിക്സൽസ് ഇൻ എൻ ഇമേജ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന തരത്തിലാണ്. 3 തരത്തിൽ നമുക്ക് റെസല്യൂഷൻ കണക്കാക്കാം. DPI ഡോട്ട്സ് പെർ ഇഞ്ച്, PPI പിക്സൽസ് പെർ ഇഞ്ച്, LPI ലൈൻസ് പെർ ഇഞ്ച്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു ഡിസൈൻ പ്രോസസ്സിന്റെ വർക്ക് ഫ്ലോയെ കുറിച്ചാണ്. ആദ്യത്തെ സ്റ്റെപ്പ് ഐഡിയ ആൻഡ് കൺസെപ്റ്റ്, 2 ക്രിയേറ്റീവ് വർക്ക്, പിന്നെ ക്രിയേറ്റീവ് പ്രൊഡക്ഷൻ, പിന്നീട് പബ്ലിഷ് ദ വർക്ക്, ലാസ്റ്റ് സ്റ്റെപ്പ് പ്രോഡക്റ്റ് ഡെലിവറി. ഇനി നമുക്ക് വർക്ക് ഫ്ലോ പ്രോസസ്സിലെ ഓരോ സ്റ്റെപ്പിനെയും കുറിച്ച് പഠിക്കാം. ആദ്യം ഐഡിയ ആൻഡ് കൺസെപ്റ്റ്. ഇവിടെ എന്താണ് പ്രോഡക്റ്റ് എന്നതാണ് ആദ്യം പഠിക്കുന്നത്, പിന്നെ ആ പ്രോഡക്റ്റിനെ കൊണ്ടുള്ള ഉപയോഗവും. രണ്ടാമത്തെ സ്റ്റെപ്പ് ക്രിയേറ്റീവ് വർക്ക്. ഇവിടെ ഡിസൈനർ ഡിസൈൻ സെലക്ട് ചെയ്യുന്നു, അതിൻ്റെ ടൈപ്പ് സ്റ്റൈൽ, ഇമേജ്, കളർ, കോസ്റ്റ് എന്നിവ സെലക്ട് ചെയ്യുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പ് ക്രിയേറ്റീവ് പ്രൊഡക്ഷൻ. ഇവിടെ പിന്നീട് നമുക്ക് ചെയ്യാനുള്ള എഡിറ്റിംഗ് ആണ് നടക്കുന്നത്.
നാലാമത്തെ സ്റ്റെപ്പ് വർക്ക് പബ്ലിഷ് ചെയ്യുക എന്നതാണ്. അത് പ്രിന്റ് മീഡിയ, അതായത് ബുക്ക്, ന്യൂസ് പേപ്പർ, മാഗസിൻ എന്നിവ, അല്ലെങ്കിൽ വെബ് ആൻഡ് വിഷ്വൽ മീഡിയയിലാകാം, അതായത് സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെന്റ്, ആനിമേറ്റഡ് ലോഗോസ്, വെബ് പേജ് ഡിസൈൻ എന്നിവയിൽ ഏതുമാകാം. അഞ്ചാമത്തെ സ്റ്റെപ്പ് പ്രോഡക്റ്റ് ഡെലിവറി. പ്രിന്റ് മീഡിയയിലെ പ്രോഡക്റ്റ് ഡെലിവറി നമ്മൾ ഡിസൈൻ ചെയ്ത മെറ്റീരിയൽ പ്രസ്സിൽ പ്രിന്റിങ്ങിന് വേണ്ടി കൊടുക്കുന്നു. വെബ് മീഡിയ അല്ലെങ്കിൽ വിഷ്വൽ മീഡിയയിലേക്ക് വേണ്ട ഡെലിവറി ഇലക്ട്രോണിക് മീൻസ് വഴി അവ സെൻഡ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യുന്നു. അടുത്ത സെക്ഷൻ പ്രൊഡക്ട്സ് ഓഫ് ഗ്രാഫിക് ഡിസൈൻ. പ്രൊഡക്ട്സിനെ നമുക്ക് 8ആയി തരംതിരിച്ച് പഠിക്കാം. ആദ്യത്തേത് വിഷ്വൽ ഐഡന്റിറ്റി ഗ്രാഫിക് ഡിസൈൻ. ചിത്രം ശ്രദ്ധിക്കുക. ചിത്രത്തിൽ കാണിച്ചതുപോലെ ഒരു പ്രോഡക്റ്റിന് അവർക്ക് വേണ്ട ബ്രാൻഡ് ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഒരു ഗ്രാഫിക് ഡിസൈനറുടെ പങ്ക് വളരെ വലുതാണ്. അത് പ്രത്യേക സ്റ്റൈലിലുള്ള ഇമേജ്, ഷേപ്സ് അല്ലെങ്കിൽ കളർ എന്നിവ ഉപയോഗിച്ച് ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ വിഭാഗം നോക്കാം, മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസിംഗ് ഗ്രാഫിക് ഡിസൈൻ. മാർക്കറ്റിംഗിനും അഡ്വർടൈസിനുമായി നമ്മൾ ഡിസൈൻ ചെയ്യുന്നതാണ് ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഉൾപ്പെടുന്ന പ്രോഡക്ട്സ് പോസ്റ്റ് കാർഡ്, ബാനർ, സോഷ്യൽ മീഡിയ ആഡ്, പോസ്റ്റർ, ബിൽബോർഡ്, മാഗസിൻ ആൻഡ് ന്യൂസ് പേപ്പർ ആഡ് തുടങ്ങിയവയാണ്. അടുത്തത് യൂസർ ഇന്റർഫേസ് ഗ്രാഫിക് ഡിസൈൻ. ഇതിൽ വെബ് പേജ് ഡിസൈൻ, തീം ഡിസൈൻ, ആപ്പ് ഡിസൈൻ, ഗെയിം ഇന്റർഫേസ് എന്നിവ ഉൾപ്പെടുന്നു. നാലാമത്തത് പബ്ലിക്കേഷൻ ഗ്രാഫിക് ഡിസൈൻ. പ്രിന്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്ന ഗ്രാഫിക് ഡിസൈൻ പ്രോഡക്ട്സ്. എക്സാമ്പിൾ ബുക്സ്, ന്യൂസ് പേപ്പർ, ആനുവൽ റിപ്പോർട്ട്സ്, കാറ്റലോഗ്സ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. അഞ്ചാമത്തത് പാക്കേജിംഗ് ഗ്രാഫിക് ഡിസൈൻ. എല്ലാ പ്രോഡക്ട്സിനും അതിൻ്റെ സ്റ്റോറേജും ഡിസ്ട്രിബ്യൂഷനും സെയിലിനും ആവശ്യത്തിന് വേണ്ടി പാക്കേജിംഗ് ആവശ്യമാണ്. അത്തരത്തിൽ പാക്കേജിംഗ് മെറ്റീരിയൽ ഡിസൈൻ ചെയ്യുന്നതിനെ പാക്കേജിംഗ് ഗ്രാഫിക് ഡിസൈൻ കാറ്റഗറിയിൽ ഉൾക്കൊള്ളിക്കാം. അടുത്ത വിഭാഗം മോഷൻ ഗ്രാഫിക് ഡിസൈൻ. ഇവിടെ അഡ്വർടൈസ്മെന്റ്, ആനിമേറ്റഡ് ലോഗോസ്, പ്രൊമോഷണൽ വീഡിയോസ്, വീഡിയോ ഗെയിംസ് എന്നിവ ഉൾപ്പെടുന്നു. ഏഴാമത്തത് എൻവയോൺമെന്റൽ ഗ്രാഫിക് ഡിസൈൻ. സൈനേജ്, ഓഫീസ് ബ്രാൻഡിംഗ്, ഈവന്റ് സ്പേസിൽ കാണുന്ന ഗ്രാഫിക് ഡിസൈനുകളെ ഇവയെല്ലാം ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. ഇനി പ്രോഡക്ട്സിലെ എട്ടാമത്തതും അവസാനത്തേതുമായ ആർട്ട് ആൻഡ് ഇല്ലസ്ട്രേഷൻ ഫോർ ഗ്രാഫിക് ഡിസൈനിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇതിൽ ടീഷർട്ട് ഡിസൈൻ, പിക്ചർ ബുക്സ്, കോമിക് ബുക്സ്, ആൽബം ആർട്ട്, ഗ്രാഫിക് നോവൽസ് എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഗ്രാഫിക് ഡിസൈൻ്റെ ബേസിക്സ് നിങ്ങൾക്ക് ഈ സെഷനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയെന്ന് കരുതുന്നു. താങ്ക് യു.